നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി അന്യഭാഷയിൽ നിന്ന് മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ഒരുപാട് നല്ല സിനിമകൾ മലയാളിക്ക് പ്രദാനം ചെയ്ത പ്രഗത്ഭയായ അഭിനേത്രി പത്മപ്രിയ. പത്മപ്രിയയെ സ്വാഗതം ചെയ്യാം. ദൈവമേ, സത്യം പറയട്ടെ പത്മപ്രിയ, നല്ല ഒറിജിനാലിറ്റി ആണല്ലേ? നമ്മള് I wonder why no director is giving you such a role. though because we all are monkeys, so നമ്മൾ ഡിഫറൻഷിയേറ്റ്. അതിവിടെ ഞാൻ മങ്കിയൊന്നുമല്ല. ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഒരു മങ്കി വിചാരിക്കും മറ്റുള്ളവരെല്ലാം മങ്കിയാണ്, അതാ വിചാരിക്കുന്നത്. പത്മപ്രിയ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഈ കുംഭസാരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആണെങ്കിൽ കുംഭസാരം ക്രിസ്ത്യാനിറ്റിയിൽ കുംഭസാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൺഫെഷൻ എന്ന് പറയും. ആൻഡ് ഒരു ഓക്കെ ആണ്ടുകുംഭസാരം, അതായത് വർഷത്തിലൊന്ന് മസ്റ്റാണ് ആണ് അത് ചെയ്യണം എന്നുള്ളതാണ് നിയമം. ഇപ്പം ഫോർ എ മോമെൻറ്റ്, ഒരു നിമിഷ നേരത്തേക്ക് പത്മപ്രിയ ചിന്തിക്കുക. പത്മപ്രിയ ഒരു ക്രിസ്ത്യാനിയാണ്, ആണ്ടുകുംഭസാരം നടത്താൻ പോവുകയാണ്. ഈ ഇരിക്കുന്നത് സിനിമ എടുക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്, അച്ഛനാണ്, ഫ്യൂച്ചറുണ്ട്, അച്ഛനാണ്. പാപങ്ങളെല്ലാം ഏറ്റു പറയണം, സത്യം മാത്രം പറയണം എന്ന് വിചാരിച്ചോ? പറ്റില്ല, പക്ഷെ ട്രൈ ചെയ്യാം. എന്താ പ്രശ്നം? നിങ്ങളുടെ അച്ഛനായിട്ട് ഞാൻ എങ്ങനെ വിചാരിക്കാം? പാപം ചെയ്യാനുള്ള പുറപ്പാടിലാണോ? പത്മപ്രിയയുടെ ഒരു സവിശേഷത ഇത് തന്നെയാണ്. എന്താ കാരണം വെച്ചാൽ മനസ്സിൽ തോന്നുന്നു പറയുക. അതോ ഡിപ്ലോമാറ്റാണ്? രണ്ടുമില്ല. പക്ഷെ ഒരുപാട് പേരുടെ അഭിപ്രായം പത്മപ്രിയ മനസ്സിൽ വരുന്ന അപ്പം മുഖത്ത് കാണിക്കുകയും അത് നാവിൽ വരുത്തുകയും വേണമെങ്കിൽ കൈ കാണിക്കുകയും ചെയ്യും. സിറ്റുവേഷൻ അങ്ങനെ ഡിമാൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യും, അതിന് ഒരു പ്രശ്നമില്ല. ബട്ട് ചില കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ആവശ്യമില്ല, അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടും കാര്യമില്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അത് ഒരു ഡിപ്ലോമസീൻ്റെ മാറ്റർ ഇല്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഒരു സിറ്റുവേഷൻ്റെ ഡിമാൻഡാണ്, അത്രയേ ഉള്ളൂ. പത്മപ്രിയയുടെ പറയുന്നത് കള്ളം പറയൂല, കള്ളം അത്ര പറയൂല, അങ്ങനെ കള്ളം പറയും, അത്ര പറയൂല. ഈ കുറച്ച് എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ്. എന്താ കാരണം അറിയോ? പത്മപ്രിയയുടെ കുറച്ച് വേണം വേറെ ആൾക്കാർക്ക് കുറേ ആയിരിക്കും. അല്ല, റിലേറ്റീവ് ടൈം. നോ, ഞാൻ കുറച്ച് ഈ റിലേറ്റീവ് ഒക്കെ ഭയങ്കര ബോർ സംഭവമാണ്. ഞാൻ അപ്പോഴേ ഈ ന്യൂയോർക്കിലൊക്കെ പോയി വായിച്ചിട്ട് അതിന് മുമ്പ് തന്നെ പറയാം, നത്തിങ് ഇൻ ലൈഫ് ഇസ് റിലേറ്റീവ്. സം തിങ്സ് ആർ ആൻഡ് ഇറ്റ് ഇസ് ഒരു പേഴ്സൺ ടു പേഴ്സൺ വേരി ആകും. പക്ഷേ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അറിയാം, ഈ കള്ളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കള്ളമല്ല. ഭയങ്കര ഒരു വിഷയത്തിനെ എടുത്തിട്ട് അങ്ങനെ സത്യവാദിയായിട്ടൊന്നും നിൽക്കാതെ അങ്ങനെയല്ല, ചെറിയ അച്ഛൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കള്ള. ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ പത്മപ്രിയോട് ചോദിക്കും, ഈ പരിപാടിയിൽ എത്ര കള്ളം പറഞ്ഞു ഞാൻ ചോദിക്കും. ചോദിച്ചു. അപ്പം കൃത്യമായിട്ട് പറയണം, 1, 2, 3, 4, 5 എന്ന് പറയണം. അവസാനം മുഴുവൻ കള്ളായി പോരുത് കേട്ടോ. അതിനുള്ള സാധ്യത തരുന്നത്. ഓക്കെ. പത്മപ്രിയയുടെ ഒരു കരിയർ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 2004 ആണ്. പത്മപ്രിയ ഡിസംബർ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അന്ന് വിചാരിച്ചോ പത്മപ്രിയ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു? അന്നും വിചാരിച്ചില്ല, ഇനി ഫ്യൂച്ചറിൽ വിചാരിക്കുന്നില്ല. ആകുന്നതാകും. whatever happens happens. ഒരു സിനിമാ നടിയാകുന്നതിൽ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു എക്സ്റ്റസി, ഒരു ത്രില്ല് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? സിനിമയുടെ എക്സ്റ്റസി എല്ലാം ഉണ്ട്, ഒരു നടിയുടെ ഇതില്ലേ? ഉണ്ട്. ആസ് എൻ ആക്ടർ ഓഫ് കോഴ്സ് നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടമാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഹൈ ഉണ്ട്, ഒരു കിക്കുണ്ട്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി മിസ്ഡ് ഇറ്റ്. ഞാൻ US ഉണ്ട് ഒരു ലാസ്റ്റ് 1.5 years. ഐ ഡെഫിനറ്റ്ലി മിസ്ഡ് ഓൾ ദാറ്റ്.
But everything comes, you know, everything has a beginning, everything has an end, everything has a center point. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉപേക്ഷ ഏതിനെയും കുറിച്ചോ അല്ലെങ്കിൽ ഒരാൾ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് കൂടെ ഉപേക്ഷ എനിക്ക് അതിന് അപ്പുറത്തില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഭയങ്കര രസിച്ചിട്ട് അത് ഭയങ്കര സ്നേഹിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്, ഇവിടെയുള്ള എല്ലാ ആൾക്കാരെല്ലാം സ്നേഹിക്കും ഉണ്ട്. പിന്നെ ഇവരോടൊക്കെ കൂടെ ഒരു സ്നേഹമുണ്ട്, തീർച്ചയായിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ഇവിടെ അവിടെ ഉള്ള ഒരു ക്യാമറമാനോട് കൂടെ ചേട്ടാ ഒരു സുന്ദരിയുടെ എടുത്തോട്ടോ. സോ എല്ലാവരുടെ കൂടെ ഒരു സ്നേഹം ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റ് എക്സ്പീരിയൻസ് ചെയ്യണം, അനുഭവിക്കണം. I think I was actually, I'll say it's a combination of fate and personal drive. പത്മപ്രിയ എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു അനാട്ടമി പരിശോധിക്കുകയാണെങ്കിൽ പത്മപ്രിയ ഒരു സീരിയസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു പ്രൊഫഷണലായിരുന്നു, ശമ്പളമൊക്കെ കിട്ടിയിരുന്നു നല്ലപോലെ ജിയിൽ. പക്ഷെ റിസ്ക് മാനേജ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് റിസ്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു പരിപാടിയാണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാർ. മോഡലിംഗ് രംഗത്ത് വന്നു, സിനിമാ നടിയായി, അഭിനേതാവ്, മോഡലിംഗ്, ഒരു പ്രൊഫഷണൽ. പത്മപ്രിയ ഒരു പക്ഷേ സിനിമയിൽ നിന്ന് കിട്ടിയ കാശും പ്രശസ്തിയും ഇതൊന്നും വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമ വേറെയാണ്, മറ്റ് സാധനങ്ങൾ വേറെയാണ്. സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പത്മപ്രിയ അതിൻ്റെ ഒരു ഫാറ്റൽ അട്രാക്ഷൻ ഉണ്ട്, ഫേറ്റൽ അട്രാക്ഷൻ ഉണ്ട്. യെസ്, ഇല്ലേ? പിന്നെ അതിൻ്റെ ഒരു ഫെയിമും അതിൻ്റെ ഒരു സന്തോഷവും. പിന്നെ ഏതെങ്കിലും ഒരു നിമിഷം ഇതൊക്കെ കളഞ്ഞിട്ട് തിരിച്ച് പഴയ പ്രൊഫഷനിലേക്ക് പോയിട്ട് പഴയ പണി മതി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടില്ല, ഇല്ല. 100%. പത്മപ്രിയയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെന്തോ സംസാരിക്കും. ആരാന്നൊക്കെ? I am very fond of academics, and that's exactly what she has picked up from me. I believe in organized, analytical and logical and rational thinking, and that is exactly what she has taken from me, I would say, to sum up. മൂപ്പര് പട്ടാളത്തിലായിരുന്നല്ലേ? അച്ഛൻ ആർമിയിലായിരുന്നു. He was a brigadier. Yeah. ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ കാര്യം മഹാപോക്കാ. He's one of the best engineers I have known in my life. ആർമിനെ പറഞ്ഞത് വെറും കാലം ഇങ്ങനെ വെച്ചിട്ട് സ്കൂൾ ടീച്ചർ. He's an awesome teacher. By the way, army also has army ki training courses ഉണ്ടാവും. And as an engineer he was a teacher as well. And ഭയങ്കര റെസ്പെക്ട് ഉണ്ട് അവരുടെ സ്റ്റുഡൻസ് ഇപ്പോഴും വരും. One of his students actually is a Malayali. And I still remember ആ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. He was a very good looking Malayali. During my teenage years he used to come to home. And അച്ഛൻ ഭയങ്കര നല്ല ടീച്ചറുമായിരുന്നു. ഭയങ്കര he was on the war front also. Engineers also go on war front. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ പട്ടാളത്തിലെ ഈവൻ ആർട്ടിലറി കോർ അങ്ങനെ ഫൈറ്റിംഗ് കോർ ഒക്കെ കൂടെ ആൾക്കാർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. വാട്ട് ദേ ആർ ഓൺ ഫീൽഡ് ഇസ് വെരി ഡിഫറെൻറ്റ്. അവർ ഫീൽഡിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ലോജിക്കൽ തിങ്കിങ്, അക്കാഡമിക്സ്, റാഷണൽ തിങ്കിങ് ഇതൊക്കെ ഞാൻ മകൾക്ക് പകർന്നു കൊടുത്തു എന്ന്. കറക്റ്റ്. കിട്ടിയോ? തീർച്ചയായിട്ടും. ദൈവത്തിൽ വിശ്വാസമില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് വിശ്വാസം ഉണ്ടോ ഇല്ല ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ കൂടെ അറിയില്ല. ഇതുവരെ വിശ്വസിച്ചിട്ടില്ല? അല്ല, വിശ്വാസം ഉണ്ട്, വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഐ കാൺട്ട് സേ ഞാൻ ആഗ്നോസ്റ്റിക് ആണെന്നും പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് നേച്ചറിൻ്റെ ഫോഴ്സിൽ ഭയങ്കര താല്പര്യവും ബിലീഫും ഉണ്ട്. യെസ്, ബിക്കോസ് സയന്റിഫിക്കലി നമ്മൾക്ക് അറിയില്ല ഈ സംഭവം സത്യമാണ് സത്യമില്ല. ഞാൻ പറയട്ടെ, ലോജിക്കലി ഇഫ് യു ആസ്ക് മീ റാഷണലി, ഈ കൈരളി ചാനൽ അല്ലെങ്കിൽ ഈ ഷോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ എത്ര ലോജിസ്റ്റിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ലോജിസ്റ്റിക്കൽ റിക്വയർമെൻറ്റ്സ് ഒരാളില്ലാതെ അല്ലെങ്കിൽ 2-3 ആളില്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ നേച്ചറുടെ ക്രിയേഷൻ നോക്കിയാൽ ഇറ്റ്സ് സച്ച് എ കോംപ്ലെക്സ് പ്രോസസ്. ദി ആറ്റംസ്, എലിമെൻറ്റ്സ്, ദി ബയോ എലിമെൻറ്റ്സ് ഓഫ് ദിസ് നേച്ചർ ഇത്ര കോംപ്ലെക്സ് ആണ്, ഡീമിസ്റ്റിഫൈങ് ആണ്. പക്ഷേ അതിലെയും ഒരു ഭയങ്കര ഒരു സിംപ്ലിസിറ്റി ഉണ്ട്.
സോ ഇതൊക്കെ ആരും മാനേജ് ചെയ്യാതെ എങ്ങനെ വന്നു പത്മപ്രിയ ഒരു ചോദ്യം സിനിമയിൽ ആരും ആൻസർ I understand. ചെയ്തിട്ടില്ല. Whether it's a Bertrand Russell or any. ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ദൈവമേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകണമേ, ഞാൻ സൂപ്പർ സ്റ്റാർഡം കൈവരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടണം. ഈ സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം ആണ് എൻ്റെ പ്രാർത്ഥന. നമ്മൾ അങ്ങനെ ഒരു പണിയെടുത്താൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് അറിഞ്ഞിട്ട് ആ സിനിമ തീർച്ചയായിട്ടും നന്നായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രാർത്ഥനയുണ്ടപ്പം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് ഇമോഷൻ, റൈറ്റ്? ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു ദൈവം മാത്രം വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. ഇറ്റ്സ് ഓൾസോ കണക്റ്റിംഗ് വിത്ത് യുവർ സെൽഫ്. ആൻഡ് എത്രത്തോളം ദർ ഇസ് എ റൈറ്റ് സൈഡ്, ദർ ഇസ് എ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ആൻഡ് ബോത്ത് ഓഫ് ദം ഹാവ് ടു ബാലൻസ്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ വി ഓൾ ആർ ഇമോഷണൽ ബീയിങ്സ് അല്ലേ? സിനിമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് മാത്രം വെച്ചിട്ടല്ലല്ലോ നോക്കുന്നത്. ലാൽ സർ പറയുന്ന പോലെ ദർ ഇസ് എ ലൈഫ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്. ആ ലൈഫ് ക്യാപ്ചർ ചെയ്യണം ആണെങ്കിൽ അതിന് അപ്പുറത്ത് ഒരു ആക്ഷനും കട്ടിനിടയിലുള്ള ജീവിതം മാത്രമേ ഒരു ആക്ടർക്ക് ഉള്ളൂ. അല്ല, അത് മാത്രം ഇല്ലാന്നോ എൻ്റെ വിചാരണം. ആ പോയിന്റ് ആ ജീവിതം വേണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഓൺലി ഫോർ എൻ ആക്ടർ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. ഒരു ഡയറക്ടറും ഒരു ആർട്ടിസ്റ്റാണ്, ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു ആർട്ടിസ്റ്റാണ്. ഐ ഫീൽ എവറി പേഴ്സൺ ഓൺ ദ സെറ്റ് ആ രാഷണൽ തിങ്കിങ്ങിൽ എനിക്ക് തീർച്ചയായും പോളിസി ഓറിയന്റേഷനൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന, പോളിസി ഡയറക്ഷൻസ് എടുക്കാൻ കഴിയുന്ന ഒരു തസ്തികയിലേക്കും പദവിയിലേക്കും പത്മപ്രിയ ഭാവിയിൽ വരട്ടെ. പത്മപ്രിയയുടെ അമ്മയിലേക്ക് പോട്ടെ. ശരി, തീർച്ചയായിട്ടും. Learning is a process, and if I have to say that what I have contributed to her life, I would say that especially the art form runs in our family. It's in the genes, and as the individual grows, they weigh the pros and cons and add accordingly what suits them according to their resolve. So I owe whatever she has learned in the art form greatly to my father, who was a great musician in his time. പത്മപ്രിയ അങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടി, ഞാൻ അങ്ങോട്ട് കൊടുത്ത് പകർന്നു നൽകിയ സാധനം മാത്രമേ ഇവിടെ ഉള്ളൂ. എൻ്റെ ജീനിൽ നിന്ന് പകർന്നു കൊടുത്ത കലയാണ് പത്മപ്രിയയിലുള്ളത് എന്നാണ് അമ്മ പറഞ്ഞത്. മനസ്സിലായോ? പത്മപ്രിയനൊന്ന് ഇരുത്താൻ വേണ്ടി പറഞ്ഞ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കേണ്ട കാര്യമില്ല. യു ആർ ഓൺലി ഇൻഹെറിറ്റഡ്. ആബ്സല്യൂട്ട്ലി. ഒന്നും പുതുതായി ചേർത്തില്ലേ? അല്ല, തീർച്ചയായിട്ടും അതും ഉണ്ടല്ലേ. അനുഭവങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ അനുഭവങ്ങൾ മിക്കവരും എൻ്റെ അച്ഛനമ്മയ്ക്കും ക്രെഡിറ്റ് തരാനുള്ള വിഷയമാണ്. ഐ ആം വാട്ട് ഐ ആം ബിക്കോസ് ഓഫ് മൈ പേരൻസ്. അല്ല, എനിക്ക് പറയാൻ ഒരു സംശയമില്ല. അതും ഒരു ഇൻഹെറിറ്റൻസ് മാത്രമില്ല, അവർ തന്നെ എനിക്ക് അനുഭവങ്ങൾ കൂടെയാണ്. അത് ഇൻഹെറിറ്റ് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല. സംഗീതം കിട്ടിയില്ലേ? സംഗീതം എനിക്ക് കിട്ടില്ല. പക്ഷേ ഡാൻസ് ചെയ്യണമാണെങ്കിൽ, നൃത്യം ചെയ്യണമാണെങ്കിൽ തീർച്ചയായിട്ടും സംഗീതങ്ങളുടെ നോളജ് ഇനി സ്ട്രോങ് ആയിട്ട് വേണം. സോ ഉണ്ടായിരുന്നു സംഗീതം. ആൻഡ് അത് എൻ്റെ അച്ഛൻ മ്യൂസിക്കൽ ഫാമിലി ഇല്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഡാൻസ് വന്നത് എൻ്റെ അച്ഛൻ കേട്ട മ്യൂസിക് ത്രൂ ആണ്, ത്രൂ മൈ ഫാദേഴ്സ്. പത്മപ്രിയ പാടില്ലേ? ഇല്ല, പറ്റില്ല. ജെബിയേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, ഞാൻ പാടാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് സ്ഥലത്ത് പാടിയത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അല്ലല്ലോ, അവരൊക്കെ എന്താ, ഞാൻ എവിടെ പാടി? ഞാൻ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറയും, പലരെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയൂ, ആരാണോ പറഞ്ഞത്? പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നെ തല്ലു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ. എൻ്റെ അമ്മ തന്നെ തല്ലും ഞാൻ പാടിയാൽ. മൈ ബ്രദർ ഹാസ് എ ബ്യൂട്ടിഫുൾ വോയിസ്. അവർ നല്ലവണ്ണം പാടും. എനിക്ക് ഭയങ്കര മ്യൂസിക് സെൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് പാടാൻ പറ്റില്ല. പത്മപ്രിയയുടെ ഒരു ജ്ഞാനസ്നാനം വലിയ കോംപ്ലിക്കേറ്റഡ് മലയാളം ഞാൻ പറയട്ടെ. അയ്യോ, ബാപ്റ്റിസം സിനിമയിലേക്കുണ്ട്. മലയാള സിനിമയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. അറിയോ? മലയാള സിനിമ കണ്ടിരുന്നോ? പിന്നെ കണ്ടിട്ടാണോ ഇത് പോയത്? അഭിനയിക്കാൻ പോയത്? അഭിനയിക്കാൻ പോവാൻ തീരുമാനിച്ചിട്ടൊന്നും പോയിട്ടില്ല. ആക്ച്വലി അത് ഉണ്ടാക്കിയ ഈ RP പട്നായക് എൻ്റെ സുഹൃത്തായിരുന്നു. ബിഫോർ ഹി എൻറ്റേർഡ് ആൻഡ് ബിക്കെയിം ബിഗ് ആസ് എ മ്യൂസിക് ഡയറക്ടർ. തെലുഗുലെ അവർ വലിയ ഒരു മ്യൂസിക് ഡയറക്ടർ ആകുന്ന മുമ്പ് എൻ്റെ സുഹൃത്തായിരുന്നു. സോ അവർ ചോദിച്ചു, നിങ്ങൾ എനിക്ക് വേണ്ടി ഈ പടം ചെയ്യുമോ എന്ന്. അവരുടെ ആദ്യം സിനിമ അവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് സമയമില്ല. അങ്ങനെ ടിപ്പിക്കലി എനിക്ക് സിനിമയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആസ് എൻ ആക്ട്രസ് ഒരു പ്രൊഫഷണലായിട്ട് എടുക്കാനുള്ള താല്പര്യം, സിനിമയിൽ എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു. സോ ദെൻ അവർ പറഞ്ഞു, ഈ പടം കണ്ടോ, പിന്നെ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളം ഒറിജിനൽ കണ്ടു. ആൻഡ് ഹി ഗേവ് യു ഓപ്ഷൻ. നിങ്ങൾ വാസന്തിയാണും ലക്ഷ്മിയാണും എന്ത് നിങ്ങൾ ചൂസ് ചെയ്യണം അതും ചെയ്തോളാൻ പറഞ്ഞു.
എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തതാണ് വാസന്തിയുടെ കഥാപാത്രം. അത് മാത്രമല്ല അത് അഭിനയിച്ച ആക്ട്രസും എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. സോ ഐ സെഡ് യെസ് ടു ഇറ്റ് ആൻഡ് ഐ ഡിഡ് ഇറ്റ്. ആൻഡ് അത് നമ്മൾ ചെയ്തത് എൻ്റെ വിൻ്റർ ഹോളിഡേയ്സിൻ്റെ സമയത്തിൽ നമുക്ക് ഡിസംബറിൽ കുറച്ച് ഹോളിഡേയ്സ് കിട്ടും. സോ എൻ്റെ ഹോളിഡേയ്സിൻ്റെ അനുസരിച്ച് ബിക്കോസ് ഹി വാസ് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവർ അതനുസരിച്ച് എൻ്റെ ജോലി സുഹൃത്തിനോടുള്ള ഒരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഇല്ല, ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ തീർച്ചയായിട്ടും ഒരു സുഹൃത്തില്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് ചെറുതായിട്ട് അവർ പ്രോഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു സുഹൃത്താണെങ്കിൽ അവർ പറയാം തെറ്റിട്ടുണ്ട്, നിർബന്ധിച്ചില്ല, പറയാൻ പറ്റുമല്ലോ. അവിടെ അവസാനിപ്പിച്ചോ എന്ന് വിചാരിച്ചു. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫിലിം ഐ ആം ഗോയിങ് ടു ഡു. അങ്ങനെ ഞാനൊന്ന് തീരുമാനിച്ചു. ഞാൻ പോയി അങ്ങനെ ഭയങ്കര ഒരു വില്ലേജിൽ പോയിട്ട് ഗ്രാമത്തിൽ പോയി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഹോളിഡേ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ആ എൻ്റെ ജോലിൻ്റെ ഇടയിൽ ഒരു നല്ല ഒരു പെയ്ഡ് ഹോളിഡേ ആയിരുന്നു. അത്ര പത്മപ്രിയയെ ബ്ലെസ്സി മലയാളത്തിലേക്ക് ആനയിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ടില്ല. ബ്ലെസ്സി കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ അറിഞ്ഞത്? അല്ല, ഒരു കാസ്റ്റിംഗ് കോർഡിനേറ്റർ ആയിരുന്നു ബാംഗ്ലൂരിൽ. ഐ ഹാഡ് സ്റ്റോപ്പ്. ഞാൻ എനിക്ക് മോഡലിംഗിൽ ഞാൻ പോയത് മിസ് ഇന്ത്യ ആകാൻ വേണ്ടിയാണ്. പക്ഷേ ആഫ്റ്റർ ഐ ഗോട്ട് ത്രൂ ദ സൗത്ത് സോൺ, സോ ഫസ്റ്റ് 20 എൻ്റെ MBA കഴിഞ്ഞിട്ട് ഐ ഗോട്ട് ത്രൂ ദ ഫസ്റ്റ് 20 ഓൾസോ ആൻഡ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. മിസ് ആന്ധ്രാപ്രദേശ് ഒക്കെ ആയിരുന്നല്ലേ അതിനു മുമ്പ് ഡ്യൂറിങ് MBA. ബട്ട് ഈ മോഡലിംഗിലൊക്കെ പോയത് ഈ താല്പര്യമൊക്കെ വന്നത് സിനിമയിലെ നടിയാകാൻ വേണ്ടിയില്ല, എനിക്ക് ഈ ഫെമിന മിസ് ഇന്ത്യ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ആ കോളേജ് ടൈമിൽ ഐ വാസ് വെരി യങ്. ബിക്കോസ് എനിക്ക് ഐ വാസ് വെരി യങ്. ഐ ഹാഡ് എ മേജർ ഏജ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു. ഇഷ്ടം പറഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ കോളേജിൻ്റെ സമയത്ത്. ആൻഡ് എന്നെ മഹിളാ മണ്ഡലിക്ക് അമ്മ എന്ന് വിളിക്കും ആൾക്കാർ. ഫെമിനിസ്റ്റ് പറയുമ്പോൾ പുരുഷന്മാരോടൊക്കെ ദേഷ്യമായിരുന്നു. അങ്ങനെ പിന്നെ ടിപ്പിക്കൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ഫെമിനിസ്റ്റ്. ആൻഡ് എനിക്ക് പറഞ്ഞത് എൻ്റെ സാൽവേഷൻ എനിക്ക് ഫെമിന മിസ് ഇന്ത്യയിലേക്ക് കിട്ടും. ബിക്കോസ് യു ഗെറ്റ് ടു ട്രാവൽ, യു ഗെറ്റ് ടു നമ്മളെ വോയിസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഞാൻ സത്യത്തിൽ വിശ്വസിക്കായിരുന്നു നമ്മൾ ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഒരു ദാറ്റ് ഈ മദർ ടെരേസ ഒക്കെ പറയുന്ന സംഭവം ഞാൻ സത്യത്തിൽ വിശ്വസിച്ച ആൾ അങ്ങനെ മിസ് ഇന്ത്യയിൽ പോയതാണ്. അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ് നിർബന്ധിച്ചു, യു ആർ വെരി യങ്, ഈവൻ ആഫ്റ്റർ യു ഫിനിഷ് യുവർ MBA യു ഹാവ് 5 years. 23 years ആണ് അപ്പോൾ കട്ട് ഓഫ് ഏജ് ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് 25 now. യു സ്റ്റിൽ ഹാവ് ആഫ്റ്റർ ഫിനിഷിങ് MBA ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ MBA ചെയ്തിട്ട് പിന്നെ അപ്ലൈ ചെയ്തു. ആൻഡ് ഐ ഗോട്ട് ത്രൂ ദ ഫസ്റ്റ് ഈ സൗത്ത് സോൺ, നോർത്ത് സോൺ, വെസ്റ്റ് സോൺ, ഈസ്റ്റ് സോൺ സെലക്ഷൻസ് ഉണ്ടാവും. ഐ ഗോട്ട് സെലക്റ്റഡ് ഫ്രം ദ സൗത്ത് സോൺ. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നി ഇത് ഒന്നും ഇല്ലാതെ. അത് മാത്രമല്ല എൻ്റെ വേൾഡ് വ്യൂ കുറേ മാറി. എൻ്റെ ജോലിയുടെ സ്ഥലത്തിൽ എനിക്ക് ഭയങ്കര നല്ല സുഹൃത്ത് കിട്ടി. എൻ്റെ ഭയങ്കര ഗ്രോത്ത് പീരിയഡ് എന്ന് പറയാം, ഫ്രം 19 to 22. That was in Bangalore അല്ലേ? ബാംഗ്ലൂർ. വെരി വെരി സ്ട്രോങ് ഗ്രോത്ത് പീരിയഡ്. ലോകത്തോടുള്ള കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റം വന്നു. ആൻഡ് അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്താണ് ഈ സംഭവം എങ്ങനെ നോക്കണം എന്ന് എനിക്ക് മനസ്സിലായി. ദേഷ്യമുള്ളത് ശരിയാണ്, പക്ഷേ ദേഷ്യം എങ്ങനെ ഒരു ചാനലൈസ് ചെയ്യണം. ഫെമിനിസത്തിന്റെ ഇതൊക്കെ അങ്ങോട്ട് ഷെഡ് ചെയ്തു. തീർച്ചയായിട്ടും ഐ വിൽ ഡെഫിനറ്റ്ലി നോട്ട് സേ ഐ ഫെൽറ്റ് ഐ വാസ് ഫൂളിഷ്. നല്ല സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ പോലെ നല്ല സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് പത്മപ്രിയ ഇങ്ങനെയുള്ള ഈ ഫെമിനിസത്തിൽ നിന്ന് മാറിയതെന്ന് ഒരാൾ പറഞ്ഞു. വളരെ സ്ട്രോങ് ആയിട്ടൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. No, I have lot of good boy friends. Lot of amazing male friends. ആ സമയം നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ സൗഹൃദവും ലോകത്തോടുള്ള കാഴ്ചപ്പാടൊക്കെ വന്നപ്പോൾ ഈ പത്മപ്രിയ എന്ന് പറഞ്ഞ ഈ ഫെമിനിസ്റ്റ് അതൊക്കെ ഒഴിവാക്കി കുറച്ചുകൂടെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു. ഞാൻ നല്ല കട്ടിയുള്ള മലയാളം പറഞ്ഞാലുള്ള ഗുണം എന്താ അറിയുമോ? ഡിസപ്രൂവ് ചെയ്യില്ല. യു വിൽ ജസ്റ്റ് എഗ്രി ടു ഇറ്റ്. യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് യു സെഡ് യു വിൽ ജസ്റ്റ് നോഡ് യുവർ ഹെഡ്. No. I don't think so. ഇത് ഒരു ഭയങ്കര ഒരു സ്റ്റുപ്പിഡ് നോഷനാണ്. വെദർ ഐ വാസ് ഇൻ എ റിലേഷൻഷിപ്പ് ഓർ നോട്ട്. ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, ഞാൻ പറയാം. വെദർ ഐ ആം ഇൻ എ റിലേഷൻഷിപ്പ് ഓർ നോട്ട് ഇൻ ദ ഫ്യൂച്ചർ ഓർ നൗ, ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ എല്ലാത്തിനും അഗ്രി ചെയ്യണം എന്ന് ആവശ്യമില്ല. ഡിസഗ്രിമെന്റിലാണ് ഒരു അഗ്രിമെന്റിന് എനിക്ക് അറിഞ്ഞിട്ടുള്ളത്. ആബ്സല്യൂട്ട്ലി. ആൻഡ് സ്റ്റിൽ ഹാവ് ഒരു ഭയങ്കര ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു അസോസിയേഷനാണ് എനിക്ക് എൻ്റെ എല്ലാ മെയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ, നല്ല മെയിൽ ഫ്രണ്ട്സ്, റിയൽ മെയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള സംഭവങ്ങൾ. ആൻഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് എൻ്റെ ഫ്രണ്ട് സർക്കിൾ ലോട്ട് ഓഫ് മെൻ ആൻഡ് വുമൻ.
and some of the women were in a relationship with a man. And അവരൊക്കെ നമ്മളെല്ലാം സോ അവരുടെ കല്യാണമൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആൻഡ് വീവ് ഡാൻസ് ടു ദർ വെഡിങ്സ്. സോ അത് ഒരു ഭയങ്കര ഗ്രോയിങ് പീരീഡ് ആയിരുന്നു പറയാം. ഇറ്റ്സ് നോട്ട് അപ്പോൾ സൗത്ത് സോണിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്മപ്രിയ മനസ്സിലായി ഇതൊക്കെ ഒരു സ്റ്റുപ്പിഡ് അഫെയർ ആണ്. ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റുപ്പിഡ് പറയാൻ പറ്റില്ല. എനിക്ക് അതിന് മൂലമായിട്ട് എനിക്ക് ഒരു എൻലൈറ്റ്മെന്റ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഐ കോൾ ഇറ്റ് സ്റ്റുപ്പിഡ്. ഒരു എൻലൈറ്റൻമെന്റ് ഇതിലൂടെയാണ് എന്ന് വിചാരിച്ചിരുന്ന പത്മപ്രിയ അതിൽ നിന്ന് മാറുന്നു. പത്മപ്രിയയെ ബ്ലെസ്സി എങ്ങനെ കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വന്നത്. ഒന്നുമില്ല, അങ്ങനെ ആ മോഡലിംഗിൽ വന്നതുകൊണ്ട് ആ കാസ്റ്റിംഗ് കോർഡിനേറ്ററിന്റെ കയ്യിലേക്ക് അറിയാം നമ്മളെ ഈ മോഡൽസിന്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവില്ലേ, കാഴ്ചയിലേക്കുള്ള വരവ്. പിന്നെ പത്മപ്രിയയുടെ വരവ് വെച്ചാൽ മലയാളിക്ക് ഒരു പ്രത്യേകത ഉണ്ടാക്കി. എന്ന കാരണം വെച്ചാൽ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരുപക്ഷെ നമ്മുടെ അയൽവക്കത്ത് കാണുന്ന ഒരു പെൺകുട്ടി, ഒരു അമ്മ, സാധാരണ 21ാമത്തെ വയസ്സിൽ അമ്മയായി അഭിനയിച്ചു. ആൾക്കാർ പറഞ്ഞില്ലേ ഇങ്ങനെ മോഡലിങ്, ഈ പറഞ്ഞ സൗന്ദര്യ മത്സരം ഒക്കെയുള്ള പെൺകുട്ടി ഇങ്ങനെ ഇതുപോലുള്ളൊരു ഓഫ് ബീറ്റ് ഒരു അമ്മയുടെ വേഷത്തിലേക്ക് വരുന്നത് ഗുണകരമല്ല, ഗ്ലാമറിലല്ല, ഒരു ഇടിവ് തട്ടും എന്നൊക്കെ ആരെങ്കിലും അഡ്വൈസ് ചെയ്തു? ഇല്ല. എനിക്ക് ഞാൻ സിനിമ പ്രൊഫഷണലായിട്ട് എടുക്കുമെന്ന് ഞാൻ കാഴ്ചയുടെ സമയത്തും തോന്നിയില്ലല്ലോ, ഞാൻ വിചാരിച്ചില്ല, ആലോചിച്ചില്ല. എന്നെ വന്ന് ബ്ലെസ്സി ചോദിച്ചു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ സ്ട്രൈക്ക് സിനിമയുടെ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റിംഗ് പീരീഡ് ആയിരുന്നു ഇൻഡസ്ട്രിയിൽ, ഭയങ്കര സ്ട്രൈക്കിൻ്റെ സമയമായിരുന്നു അത്. ആൻഡ് ദ ഇൻഡസ്ട്രി വാസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ഡിപ്രഷൻ അല്ലേ ഫൈനാൻഷ്യലി. അപ്പോൾ ആ പടം കുറേ മാറ്റി എന്നെ കണ്ടത് ആക്ച്വലി മാർച്ചോ എന്തോ ആണ് ആ സമയത്ത്. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഭയങ്കര വേർപ്പോടെ ഞാൻ അവിടെ മമ്മൂക്കയെ കാണുമെന്ന് വിചാരിച്ച്. എൻ്റെ അച്ഛനക്ക് മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നമ്മളൊക്കെ ദൂരദർശനിൽ കാണുമല്ലോ, അങ്ങനെ മമ്മൂക്കയ്ക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനക്ക് വേണ്ടി എനിക്ക് മമ്മൂക്ക ആരാണ് അറിയില്ല, ഞാൻ അങ്ങനെ ഹിന്ദി സിനിമ കണ്ട് വളർത്ത ഒരു പെണ്ണായിരുന്നു. ബോൺ ഇൻ നോർത്ത്, മോസ്റ്റ്ലി ബ്രോട്ടപ്പ് ഇൻ നോർത്ത്. അപ്പോൾ അച്ഛനക്ക് വേണ്ടി ഞാൻ പോയതാണ്. സോ അച്ഛനക്ക് വേണ്ടി ഞാൻ കുറച്ച് അച്ഛൻ സ്റ്റേറ്റ് ലെവൽ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. അച്ഛൻ്റെ ലെഗസി ഫോളോ എങ്ങനെ സ്റ്റുപ്പിഡ് ചെയ്യാൻ വേണ്ടി ഐ ഗോട്ട് ഇൻ ടു ബാസ്കറ്റ് ബോൾ ഡ്യൂറിങ് മൈ 11th and 12th. അപ്പോൾ അങ്ങനെ ഞാൻ മമ്മൂക്കയെ പോയി കാണാൻ പോയതാണ്. പക്ഷെ മമ്മൂക്ക ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മെയിൽ ഫ്രണ്ട് കൊണ്ടുപോയതാണ്. ബിക്കോസ് ഐ ഡിഡ് നോ ദിസ്. ബ്രിഗേഡ് റോഡിൽ എന്തോ അറിയാതെ ഒരു ഹോട്ടലിൽ ഞാൻ ഇത്ര ദിവസം ബ്രിഗേഡ് റോഡിൽ നടന്ന് ഞാൻ ഈ ഹോട്ടൽ കണ്ടിട്ടില്ല. അപ്പോൾ അറിയാതെ ആൾക്കാരോട് ഞാൻ ഇവരെന്ത് കാണിക്കാൻ പോകുന്നു ഒന്നും അറിയില്ല, ഭയങ്കര വേർപ്പോടെ ഞാൻ മുകളിൽ പോയതാണ്. അപ്പോൾ ബ്ലെസ്സി ചേട്ടൻ അവരുടെ നേഴ്സോട് ഓക്കെ ക്യാൻ വി ഡു സം സ്ക്രീൻ ടെസ്റ്റ്. എന്താണ് സ്ക്രീൻ ടെസ്റ്റിന് കൂടെ അറിയില്ല എനിക്ക്. സോ ഐ ജസ്റ്റ് എന്തോ പറഞ്ഞു. അവർ പറഞ്ഞു മലയാളത്തിൽ പറയാമോ, തമിഴിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലല്ല, ഞാൻ മലയാളത്തിൽ പറയാറുണ്ട്. ഒന്നും വന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ തമിഴിൽ തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് ഐ വെൻറ്റ് ഓഫ്. ഐ ഡിഡ്ന്റ് സീ മമ്മൂക്ക എനിത്തിങ്. ആൻഡ് ദെൻ ഹി ആസ്ക്ഡ് മീ. ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊഫഷണലി ഐ വോണ്ട് ടു ബി, സ്പെഷ്യലി ഞാൻ ഈ ഫെമിന മിസ്സിൻ്റെ ശേഷം എനിക്ക് എൻ്റെ ജോലിയാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം. ഗ്രേറ്റ് ഫ്രണ്ട്സ് ആൻഡ് എനിക്ക് നല്ല ശമ്പളവും ബാംഗ്ലൂരിൻ്റെ ലൈഫും പിന്നെ അതിൻ്റെ ഒരു മോഹത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സിനിമ ഒക്കെ ചെയ്യാനും താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് റിലേറ്റും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആസ് എൻ ആക്ട്രസ് ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട്. അതെന്തോ 4 മാസം 5 മാസം ആ പടം അങ്ങനെ മാറ്റി അതിൻ്റെ ഡേറ്റ്സ് മാറി ബിക്കോസ് ഓഫ് ദ ഇൻഡസ്ട്രി സ്ട്രൈക്ക്. ആൻഡ് ദെൻ പക്ഷേ ബ്ലെസ്സിയുടെ ഒരു പേഷ്യൻസ് നമ്മൾ സമ്മതിക്കണം. പെർസിസ്റ്റൻ്റ് ആയിട്ട് അവർ തീരുമാനിച്ചു ഞാൻ അവരുടെ പടങ്ങളിലുണ്ടാവും. ആൻഡ് ദാറ്റ്സ് ഹൗ കാഴ്ച ഹാപ്പൻഡ്. സിനിമയെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം റിലീസ് ചെയ്ത് സിനിമയുടെ ഫസ്റ്റ് റിലീസ് കണ്ടപ്പോൾ പത്മപ്രിയക്ക് ഞാൻ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല അല്ല, എൻ്റെ സുഹൃത്ത് കൊണ്ട് വിളിച്ചു കേരളത്തിൽ നിന്ന്. ഭയങ്കര രസമാണ് പടം, നിങ്ങൾ ഭയങ്കര നല്ലതാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ ജോക്കാണ്. തീർച്ചയായിട്ടും ഞാനൊന്നും നല്ലവണ്ണം ചെയ്തിട്ടില്ല അവിടെ ആ പടത്തിൽ. ഞാനൊന്നും ചെയ്തു പോയി. ഞാനവിടെ എനിക്ക് പേടിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ ഒരു കോൾ എടുത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം ഇത് കാണാൻ മടിയായിരുന്നു, പേടിയായിരുന്നു. അവസാനം എങ്ങനെയാ ബോധ്യപ്പെട്ടു വലിയ കുഴപ്പമൊന്നുമില്ല? അല്ല, പിന്നെ ഒരു 10 ദിവസം കഴിച്ച് ഞാൻ കേരളത്തിൽ വന്ന് കണ്ടു. പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ തന്നെ ഇത് ചെയ്തുവോ ഞാൻ വിചാരിച്ചു. Then I thought that then my respect for Blessy it grew a lot. അച്ഛനമ്മ എന്ത് പറഞ്ഞു? അച്ഛനമ്മ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. So funny. ടെലിവിഷനിൽ വരുമ്പോഴും കാണുന്നില്ലേ? ഇല്ല. എൻ്റെ അമ്മ എൻ്റെ ഒരു പടം കണ്ടു, പിന്നെ പറഞ്ഞു എന്തിനാ ഇത്ര കറിയണേ നിങ്ങൾ, വേണ്ട ഞാൻ നിങ്ങളുടെ പടം കാണില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം കണ്ടില്ല. അച്ഛനും അമ്മ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. പറ്റിയ അച്ഛനും അമ്മയെ കിട്ടിയേക്കുന്നത്. പത്മപ്രിയക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളിവിടെ
നമ്മോടൊപ്പം ഉണ്ട്. ചേച്ചിയോടുള്ള എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ചേച്ചി ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഒരു അമ്മ റോളിലൂടെയാണ്. അതിനുശേഷം ഓരോ സിനിമ കഴിയും തോറും ഓരോരോ കഥാപാത്രങ്ങളും എല്ലാം യങ്ങർ ആൻഡ് യങ്ങർ ആയിട്ടാണ് ചേച്ചി തിരഞ്ഞെടുക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നായകന്മാരൊക്കെ എപ്പോഴും യൂത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അപ്പോൾ ഞാനിപ്പോൾ കേട്ടിട്ടുള്ളത് ചേച്ചി USC പോയി കോളേജിൽ ജോയിൻ ചെയ്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനാണെങ്കിൽ കോളേജ് ലൈഫ് ഏകദേശം കഴിയാറായിട്ട് നിൽക്കുകയാണ്. സോ എന്താണ് ചേച്ചിയുടെ ഈ ഒരു എന്താ പറയുക യൗവനത്തിൻ്റെ രഹസ്യം? യൗവനത്തിന്റെ രഹസ്യം യൗവനത്തനമാണ്. രഹസ്യം എന്ത്? അതെ, പക്ഷേ സന്വേഷണം ചിന്തിക്കുന്നത് വെച്ചാൽ ആ അമ്മയെ സങ്കല്പിച്ചിട്ടാണ് പിന്നീട് പത്മപ്രിയയുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ഇംപ്രഷൻ. See, actually, Sanusha ആ സമയത്ത് 13 or 14 she was. I think 12 or 13 she was. ഞാൻ 21 ആയിരുന്നു. അപ്പോൾ അത്രയാണ് വ്യത്യാസം. സോ യവത്തനയുടെ രഹസ്യം, ഐ എം യങ്, സോ ഐ ലുക്ക് യങ്. ഈ അമ്മ വേഷങ്ങളിൽ മലയാളി ഒരു നല്ലൊരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു മലയാളി അമ്മയെ കണ്ടത്. ഈ പറഞ്ഞ തമിഴ്നാട്ടുകാരി ഡൽഹി ജനിച്ചു, ഉത്തരേന്ത്യയിലൊക്കെ ഒരുപാട് പഠിച്ചു, പിന്നെ ആന്ധ്രയിൽ ജീവിച്ചു, പിന്നീട് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു അടിപൊളി പെണ്ണിനെയൊന്നും മലയാളി കണ്ടില്ല. തൊട്ട അയൽവക്കത്തുള്ള ഒരു സാധാരണ മലയാളി സ്ത്രീ, ഒരമ്മ എങ്ങനെയാണോ അതിൻ്റെ എല്ലാ ഭാവ തലങ്ങളും പത്മപ്രിയയ്ക്ക് കിട്ടി. അല്ല, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടും അത് കാർവ് ഔട്ട് ചെയ്യുന്നത് ടോട്ടലി ബ്ലെസ് ചെയ്തിട്ടുണ്ട് ഒരു കഴിവാണ്. അതിൻ്റെ ഒരു ഇത്രയുടെ ക്രെഡിറ്റും ഞാൻ എടുക്കൂല. പത്മപ്രിയക്ക് ഒരു മലയാളി തോണ്ട്. പത്മപ്രിയ കാണുമ്പോൾ ഒരു മലയാളി ലുക്കുണ്ട്. ഐ റിയലി മിസ് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ അമൃതവും വടക്കുനാഥൻ ഭയങ്കര റൊമാൻറ്റിക് ഫിലിംസ് ആയിരുന്നു, എസ്പെഷ്യലി വടക്കുനാഥൻ. എന്തിനാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ മലയാളികൾക്ക് എന്തിനാണ് റൊമാൻസ് ഇഷ്ടമില്ലേ? എനിക്ക് ഇപ്പം വന്ന ഓഫേഴ്സ് ഒരു റൊമാൻറ്റിക് ഓഫേഴ്സ് കിട്ടുന്നില്ല. I really would love to do romantic films. എന്തൊരു കഷ്ടമാണ്. എന്ത് നിങ്ങളൊക്കെ സ്നേഹിക്കില്ലേ പെൺകളെ? ഈ പത്മപ്രിയക്ക് ഒരു പ്രണയ തീവ്രതയുള്ള ഒരു രംഗം കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഡയറക്ടർമാര് തയ്യാറാകുന്നില്ല? I love doing romantic films and സത്യത്തിൽ അത് എൻ്റെ ഒരു സ്ട്രോങ് പാർട്ട് ഓഫ് മൈ ഇൻഡിവിജ്വൽ. ഐ എം വെരി റൊമാൻറ്റിക്. somehow I don't know. എന്ത് ബോൾഡ് പത്മപ്രിയ എന്നൊക്കെ പറയുമ്പോഴേക്കും തോന്നും. ഐ എം ഓണസ്റ്റ്. ബട്ട് പക്ഷേ പത്മപ്രിയയുടെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ള പത്മപ്രിയക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പത്മപ്രിയ നിഷേധിക്കുന്നത്. You are not aware about your abilities. No, maybe possible. അത് സത്യമാണ്. പക്ഷെ നിങ്ങൾക്കും അറിയില്ല ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. I would love to play romantic roles. അതും നിങ്ങൾക്കും ഈ പറയണതൊക്കെ നമ്മുടെ ഡയറക്ടേഴ്സ്, ഞാൻ ക്യാമറയിലാണ് പറയുന്നത്, ഈ പറയുന്നതൊക്കെ ഡയറക്ടേഴ്സും പടം പിടിക്കാൻ പോകുന്ന പുതിയ ആൾക്കാരും ഉൾക്കൊണ്ടുകൊണ്ട് പത്മപ്രിയയെ ഇനി മുഴുനീള പ്രണയ രംഗങ്ങളിലേക്ക്. I love to do romantic roles also. മുഴുവൻ അതന്നെ ചെയ്താൽ മതിയായി പോകും. What I mean to say is, ഞാൻ ജനറലി എനിക്ക് കിട്ടില്ലെന്നില്ല. ഐ ജനറലി ഫീൽ മലയാളം സിനിമയിലെ കുറച്ച് റൊമാൻസ് ഇച്ചിരി കുറവാണ് കമ്പയർ ടു നിങ്ങൾ ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴിലെയോ. എല്ലാത്തിലും കണ്ടാൽ മാക്സിമം ഫിലിംസ് എടുക്കുന്നത് റൊമാൻസിലെയാണ്, ലവിലെയാണ്. പ്രണയം മാറ്റി വെച്ചിട്ടൊരു സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയില്ല. But films made on love. You mean to say it's intrinsically part of a movie? It should be intrinsically part of a movie. അല്ല, അങ്ങനെ ഒരു ജോണർ തീർച്ചയായിട്ട് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. റൊമാൻറ്റിക് റൊമാൻസ് മനുഷ്യന്റെ ഏറ്റവും, റൊമാൻസിനെ പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിൽ രണ്ട് പാട്ട് പാടിയിട്ട് അങ്ങനെയില്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരു ഭയങ്കര ഒരു പാഷൻ, ഒരു ആണും പെണ്ണും റിലേഷൻഷിപ്പ്, അത് മാത്രമല്ല ഒരു റൊമാൻറ്റിക് റിലേഷൻ. വടക്കുന്നാഥനുള്ള സിനിമയിലെ പത്മപ്രിയയുടെ റോള് ഹൈലി റൊമാൻറ്റിക് ആയിട്ട് സീനായിരുന്നു. തീർച്ചയായിട്ടും ഞാനതാ പറഞ്ഞത്. അമൃതവും വടക്കുനാഥന്റെ ശേഷം ഞാൻ അത്ര ഒരു സ്പെഷ്യലി വടക്കുനാഥനിലെ മീരെ, വടക്കുന്നാഥിലെ പത്മപ്രിയയുടെ ആ ഒരു എന്താ പറയണ്ട ആ പ്രണയത്തിന്റെ ഒരു അതിന്റെ വിശുദ്ധി എന്നൊക്കെ വേണം പറയാം മലയാളത്തിൽ. വളരെ എന്താ പറയണ്ട വളരെ ഹൈറ്റ്. അതൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. പത്മപ്രിയക്ക് ആ ഒരു പിച്ചിലേക്ക് പ്രേക്ഷകരെ കൂടി എടുക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു. യു റിലീസ് ദിസ് മൂവി. ഓസം. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. ഇതുപോലുള്ള സിനിമകൾ കിട്ടാൻ വേണ്ടി ഞാൻ പത്മപ്രിയയെ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ പോലെയല്ല, ഇങ്ങനെ ഒരു ജോണറിൽ തീർച്ചയായിട്ടും പ്യൂർലി റൊമാൻറ്റിക് ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, പൊക്കിഷം തമിഴിൽ. ദാറ്റ്സ് ഫിലിം ഓൾസോ ഭയങ്കര റൊമാൻറ്റിക് ആണ്. ഐഡിയലിസ്റ്റിക് റൊമാൻസിനില്ല ഞാൻ പറയുന്നത്. ഐ തിങ്ക് ഒരു ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇമോഷൻ. സോ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി എക്സ്പ്ലോർഡ് മോർ സ്ട്രോങ്ലി. അത് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ.
ഞാനും ക്യാമറമാൻ ശ്രീ എസ് കുമാറാണ്. കുമാരേട്ടനും എപ്പോഴും പറയാറുണ്ട് പഴയ ശാരദയെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയാണ് പത്മപ്രിയയുടെ. ഇപ്പോൾ സെറ്റിൽ വരുമ്പോൾ പത്മപ്രിയ എപ്പോഴും വളരെ മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ്യൂംസുകളൊക്കെ വന്നാലും നമ്മളുടെ പടത്തിലുള്ള നാടൻ പെൺകുട്ടിയുടെ ഒരു കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ വളരെ ഓപ്പോസിറ്റായിട്ട് അവളൊരു വളരെ നാടൻ രീതിയിലുള്ള ബിഹേവിയർ കാണുമ്പോൾ ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട്. പുറമേക്ക് പുറത്ത് വളരെ മോഡേണാണ്, പക്ഷേ സെറ്റിൽ വന്നിട്ട് ആ കഥാപാത്രത്തിലേക്ക് മാറാൻ പറയുമ്പോൾ വളരെ കൺവെൻഷണലായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളതിലേക്ക്. അതിൽ പത്മപ്രിയയെ അദ്ദേഹം ഉപമിക്കുന്നത് ശാരദയെയും കൂടെയാണ്. ഇങ്ങനെ ശാരദയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ ഒരുപാട് കരഞ്ഞ് തീർന്ന ആളാണ് ശാരദ. പക്ഷെ ആ സമയത്തിൽ അങ്ങനെ പടങ്ങൾ അങ്ങനെ അല്ലായിരുന്നു, ആ കാലഘട്ടത്തിലെ സിനിമകളാണ് അതൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഈ മോഡേൺ വേഷത്തിൽ നിന്ന് അറ്റയറിൽ നിന്ന് ആ ഒരു കഥാപാത്രം നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ട ആ ഒരു ലെവലിലേക്ക് പത്മപ്രിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാജി പറ്റിയിരുന്നു. തീർച്ചയായിട്ടും. എനിക്ക് ആ കോൺഫ്ലിക്റ്റാണ് ഭയങ്കര ഇഷ്ടം. നമ്മളില്ലാതെ ഒരു കഥാപാത്രം ചെയ്യുന്നതിലാണ് എനിക്ക് ഭയങ്കര താല്പര്യം, ചാലഞ്ചിങ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ പെട്ടെന്ന് ആ ഒരു റൂറൽ ആംബിയൻസ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിലേക്കുള്ള പത്മപ്രിയയുടെ ഒരു മൈഗ്രേഷനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഡിഫിക്കൽട്ടിയും സംവിധായകൻ കണ്ടില്ല. യു ആർ സോ ഈസി ടു മൈഗ്രേറ്റ്. വളരെ ബിക്കോസ് ഐ തിങ്ക് എനിക്ക് ഭയങ്കര എൻ്റെ അച്ഛൻ്റെ പ്രൊഫഷൻ ആർമി ആയതുകൊണ്ട് ഒരു സ്ഥലത്തിൽ അപ്പോൾ എനിക്ക് ഒരു ഫേവറേറ്റ് കിരാന സ്റ്റോറോ എൻ്റെ ഫേവറേറ്റ് ക്ലോത്ത് സ്റ്റോറോ അങ്ങനെ ബേക്കറിയോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒരു സ്ഥലത്തിലേക്ക് ഒരു ജിപ്സി പോലെ ഒരു സ്ഥലത്തിലേക്ക് ഒരു സ്ഥലം മാറാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യു ഹാവ് ടു ഹാവ് എ വെരി ഓപ്പൺ മൈൻഡ്. ആൻഡ് ആ ഒരു സിറ്റുവേഷനും ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുടെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് പോകണം. ഏത് സാഹചര്യവുമായിട്ട് പത്മപ്രിയ പൊരുത്തപ്പെടും. തീർച്ചയായിട്ടും. സോ ഐ ക്യാൻ ഈസിലി മിങ്കിൾ ഇൻ അറ്റ്മോസ്ഫിയർ. ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാതെ നമ്മൾ ഈസി ആയിട്ട് ഞാൻ മിങ്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ അതല്ലേ നമ്മളുടെ പണി, ടു എക്സ്പ്ലോർ എ ക്യാരക്ടർ അല്ലേ നമ്മളുടെ പണി. സോ എനിക്കതങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് പ്രോബബ്ലി അവർക്ക് അങ്ങനെ ഞാൻ കഷ്ടപ്പെടണം. ഒരുപക്ഷെ അവർക്ക് വേണമെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാവുകയാണോ, പത്മപ്രിയനെ ഇങ്ങോട്ട് പെട്ടെന്ന് ഈ ഒരു റോളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയണത് വളരെ എളുപ്പത്തിൽ പത്മപ്രിയയെ അതിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു. എൻ്റെ ഏർക്കുണ ഇപ്പോഴേക്കും എന്നെ എടുത്ത എല്ലാ ഡയറക്ടേഴ്സും എന്നെ ഇപ്പോഴേക്കും ഡൗട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടില്ല ഒരു റോളിലും. അത് കമൽ സാർ ആവട്ടെ കറുത്ത പക്ഷികളിലെ, അല്ലെങ്കിൽ ഹരിഹരൻ സാർ ആവട്ടെ പഴശ്ശിരാജയിലെ, എല്ലാവരും പറയുമ്പോൾ കൂടെ എനിക്ക് കമൽ സാർ ഭയങ്കര നിർബന്ധിച്ചിട്ട് കറുത്ത പക്ഷികളെ എടുത്തതാണ്. സോ എനിക്ക് ബെഗർ എങ്ങനെയാണ് എനിക്ക് അറിയില്ല. ആൻഡ് ആസ് എ ഫസ്റ്റ് ടൈം ഐ റിയലൈസ് കുളിക്കാതിരുന്നാൽ എങ്ങനെ ജീവിതം. ആദ്യം ദിവസം എനിക്ക് മനസ്സിലായത് കറുത്ത പക്ഷികളുടെ സെറ്റിലാണ്. തമിഴിലേക്കുള്ള പോക്ക് പഠിക്കും. ഏയ് വേണ്ട, അവിടെ അങ്ങനെ പാടുന്നുണ്ട് ഞാനിങ്ങനെ പാടി. മലയാളത്തെക്കാൾ എന്തുകൊണ്ടും പത്മപ്രിയയ്ക്ക് കംഫർട്ട് ഭാഷയുടെ പശ്ചാത്തലം മാത്രമാണോ അതെയോ ഒരു കൾച്ചറിന്റെ കൂടിയാണ്? അതല്ല, ഭാഷ മാത്രമാണ്. കൾച്ചർ വൈസ് ഐ ഹാവ് നോ എക്സ്പോഷർ തമിഴ്നാട്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഡാൻസ് മാത്രമാണ് എൻ്റെ എക്സ്പോഷർ. പക്ഷേ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ മിക്കവരും മ്യൂസിക്കൽ ഇൻസ്പിറേഷൻസ് തെലുഗുവാണ്. ഡെഫിനറ്റ്ലി എനിക്ക് മനസ്സിലായ തമിഴ് കൾച്ചറും അതിൻ്റെ കൾച്ചറൽ ഫാബ്രിക് ഒക്കെ തമിഴ് പടങ്ങൾ ചെയ്ത ശേഷമാണ്. ഞാൻ മിക്കവരും ഐ എം എ പഞ്ചാബി അറ്റ് ഹാർട്ട്. ഇൻ മൈ മൈൻഡ് ഐ എം എ പഞ്ചാബി. സോ ബിക്കോസ് അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. സോ അതിൻ്റെ ഒരു ട്രഡീഷനാണ് എനിക്ക് മനസ്സിലാകുന്നത്, പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. തമിഴ് എനിക്ക് ചെറുപ്പത്തിലെ വീട്ടിൽ സംസാരിക്കുമ്പോൾ ഒരു സംസാരിക്കുന്ന ഭാഷ തമിഴാണോ? തമിഴും തമിഴും ഇംഗ്ലീഷുമാണ്, ഹിന്ദിയും. തമിഴില് ഒരുപക്ഷെ பத்மபிரியக்கு വളരെ பிரியங்கரனாய் ஒராள் இதான் வருது. எனக்கு ரொம்ப நாளாக ஒரு டவுட், உன்னோட நடிப்பு திறமையை இந்த சினிமா முழுமையாக பயன்படுத்திருச்சா? ട്രാൻസ്ലേറ്റ് ചെയ്യ്. അവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എൻ്റെ ആക്ടിങ് ടാലൻറ്റ് ഈ സിനിമാ രംഗം മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ? കറക്റ്റാണോ എൻ്റെ ട്രാൻസ്ലേഷൻ? കൈ കൊടുക്കുക. തീർച്ചയായിട്ടില്ല. സ്വന്തം മാതൃഭാഷ പരിഭാഷപ്പെടുത്തിയുള്ള അഹങ്കാരമൊന്നുമില്ല, ഒരു സന്തോഷം അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടില്ല, ഡെഫിനറ്റ്ലി ദർ ഇസ് ഭയങ്കര സ്കോപ്പ് ഉണ്ട്. ഞാൻ തന്നെ ഒരു പ്രോബബ്ലി ഐ ഹവ് അച്ചീവ് 5%. ഞാനും ഒരു നടിയായിട്ട് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഓൺലി 5%. പിന്നെ ഇൻഡസ്ട്രി എന്നെ ക്യാപ്ചർ ചെയ്തത് അതിൻ്റെ കുറവാണ് എന്നെ പുറത്ത്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഫ്യൂച്ചർ. അതൊരു ഭയങ്കര ഒരു ബ്രൈറ്റ് പ്രോസ്പെക്റ്റ് ആണ്. ഇതുവരെ പത്മപ്രിയ ആരും ശരിക്കും ഉപയോഗിച്ചിട്ടില്ല.
ഇനിയും കുറേ കടപ്പുണ്ട്. ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വേറെ വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി കുറേ ഉണ്ട് ഉപയോഗിക്കാൻ. പത്മപ്രിയ എന്നുള്ള കലാകാരി അല്ലെങ്കിൽ അഭിനേത്രി, ആ അഭിനേത്രിയുടെ 5% കാലിബർ മാത്രമേ ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളൂ ആ അല്ലേ? അത്രയും ഞാനും തന്നിട്ടുണ്ടാണ് എൻ്റെ വിചാരം. ഐ തിങ്ക് ഐ ഹാവ് ടു ഗിവ് എ ലോട്ട് മോർ ആസ് വെൽ. ഞാനും കുറേ തരാനുണ്ട്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ, ഉദാഹരണം പറഞ്ഞാൽ കറുത്ത പക്ഷികൾ, കമൽ സർ ഒരുപക്ഷെ കുളിക്കാതിരിക്കാം എന്നുള്ളത് പത്മപ്രിയക്ക് പഠിപ്പിച്ചെന്ന പടമാണത്. കുളിക്കാതെ ഇരുന്നാൽ എങ്ങനെ ഒരു പ്രശ്നമാണ്? അതിനുശേഷം പിന്നെ കുളിയൊക്കെ നിർത്തിയിരുന്നോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. കുളിയെ ഞാൻ ഇനി ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ബാത്ത്. ബാത്തിൽ കുളിക്കാനുള്ള വെള്ളം മനസ്സിലായി. ദിവസം രാവിലെ ആയി കറുത്ത മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ആ ഒരു ഒന്നും ഇല്ലാതെ ഒരു ബോർവെല്ലിൻ്റെ സീനുണ്ട് അവിടെ 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 പുറത്തല്ലേ കുളിക്കുന്നത്. എൻ്റെ ഭയങ്കര ഹാപ്പി സീനാണ് ആ സിനിമയിൽ. ബിക്കോസ് മുഴുവൻ ടൈം ഷൂട്ടിങ്ങിൽ ഐ വാസ് ബ്ലാക്ക് മേക്കപ്പ്, പിന്നെ ഡസ്റ്റും ആ ഒരു അപ്പോഴെനിക്ക് ഞാൻ എൻ്റെ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കുമ്പോൾ ആൾക്കാർ എത്ര ദിവസമായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്. ആ ബോർവെല്ലിൽ വന്ന വെള്ളം നമ്മുടെ ദേഹത്തിൽ വരുമ്പോൾ കുളിക്കുമ്പോൾ ഉള്ള സന്തോഷം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പത്മപ്രിയ, ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ഒരു 10-40% പേര് അങ്ങനെയായിരിക്കും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. നമ്മൾ അൺലെസ് യു എക്സ്പീരിയൻസ് ഇറ്റ് യു വിൽ നെവർ നോ ഇറ്റ്. പത്മപ്രിയയുടെ അത് വേറെ കാര്യമാണ്. പത്മപ്രിയയുടെ വളരെ വേണ്ടപ്പെട്ട വെൽവിഷേഴ്സ്, അഭ്യുദയകാംക്ഷികൾ പറഞ്ഞില്ലേ, ഈ കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് ഇതുപോലുള്ള സിനിമകളിൽ, ഗ്ലാമർ ഇല്ലാത്ത സിനിമകളിലൊക്കെ അഭിനയിച്ച് അതിൻ്റെ കരിയറിൻ്റെ ട്രാക്ക് മാറ്റണോ? വൈ ഡോണ്ട് യു ഡു ഗ്ലാമർ റോൾസ് ഇൻസ്റ്റെഡ് ഓഫ് സച്ച് റോൾസ് എന്ന് പറഞ്ഞു ആരെങ്കിലും? ഡിഡ് എനിബഡി അഡ്വൈസ്? ഗ്ലാമറിന്റെ ഡെഫിനിഷൻ എന്താണ്? ഗ്ലാമറിന്റെ പറഞ്ഞ എന്താണ്? എന്നെ അറിഞ്ഞിട്ട് പൂൻകുടി ഭയങ്കര ഗ്ലാമറസ് ക്യാരക്ടറാണ്. പിന്നെ ഷീ ഈസ് സച്ച് എ ലൈവ്ലി ക്യാരക്ടർ. ആൻഡ് പൂൻകുടിയെ കണ്ടാൽ ഞാൻ ഇപ്പോൾ ചിരിക്കും. പിന്നെ ആൻഡ് ദർ ഇസ് എ സർട്ടൻ അട്രാക്ഷൻ, ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഫോം ഓഫ് അട്രാക്ഷനാണ്. ഗ്ലാമറിനെ പറയുന്നത് അട്രാക്ഷനാണ്, ലിറ്ററൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ അട്രാക്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെറും ഒരു മൈക്രോ മിനി സ്കേർട്ടും ഹോൾട്ടർ ടോപ്പും മാത്രമല്ല എന്ന് അറിഞ്ഞിട്ട് കാണുന്നവരുടെ ഇതാണ് നമ്മളെങ്ങനെ വ്യൂ ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ പൂൻകുടി പോലെ കഥാപാത്രത്തിൽ നമ്മൾ അങ്ങനെ ഒരു വേഷം തരാതെ വേറെ ഒരു വേഷം തന്നാൽ എങ്ങനെ ഉണ്ടാവില്ലല്ലോ. സോ ഒരു കഥാപാത്രത്തിന് ഒരു ഗ്ലാമറും ഒരു അട്രാക്ഷനും ഉണ്ടാവും. ആ ഒരു കഴിവും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ സന്തോഷിക്കണം. ആ കഥാപാത്രത്തിന്റെ മിഴിവാണ് അതിന്റെ അട്രാക്ഷനും അതിന്റെ ഗ്ലാമറും. തീർച്ചയായും. ഈ 2 സിനിമകൾ, അതുപോലെ കറുത്ത പക്ഷികൾ, അതുപോലെ തന്നെ യെസ് യുവർ ഓണർ, ഈ 2 പടങ്ങളും പത്മപ്രിയയ്ക്ക് ഒരു ബഹുമതി നേടിത്തന്നു. അതായത് സംസ്ഥാന 2ാമത്തെ നല്ല നടിക്കുള്ള അവാർഡ്. പക്ഷേ പത്മപ്രിയയ്ക്ക് അത് ഇത്ര ഇഷ്ടമായില്ല. വൈ ആം ഐ കൺസിഡേർഡ് സെക്കൻഡ്? Am I not worthy to be first? അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക്. ആദ്യമായിട്ട് ഐ ഹവ് സെഡ് ദിസ് ബിഫോർ, സിനിമാസ് ആർ നോട്ട് മെയ്ഡ് ഫോർ അവാർഡ്സ്. അവാർഡ്സ് ആർ മെയ്ഡ് ബിക്കോസ് സിനിമ ഇസ് ദെയർ. അത്രയേ ഉള്ളൂ ഈ സംഭവം. അത്രയൊന്നും അല്ല. തീർച്ചയായിട്ടും അത്രയല്ല. ഞാൻ വിചാരിക്കുന്നുണ്ട് അത് എത്ര നിങ്ങളില്ല, നിങ്ങൾ പറയാമല്ലോ, നിങ്ങളുടെ സ്വാതന്ത്ര്യം. പത്മപ്രിയ എത്ര ലളിതമായിട്ട് സിമ്പിളായിട്ട്, ഞാനിവിടെ കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിക്കാം എന്നാലും കൃത്യമായിട്ട് മനസ്സിലാക്കും. പിന്നെ എത്ര ലളിതമായിട്ട് പറഞ്ഞു. ശരി, ഇത്രയാണ് സിനിമ എന്ന് പറഞ്ഞ അവാർഡിന് വേണ്ടിയില്ല. പക്ഷേ എങ്കിൽ പോലും പത്മപ്രിയ എന്നുള്ള ആക്ട്രസിന്, ഒരു നടിക്ക് വിഷമം ഉണ്ടായില്ലേ? അതായത് മലയാളത്തിൽ ഇത്രയും നല്ല സിനിമകൾ ചെയ്തിട്ട്, ഒരുപാട് ഒരുപിടി നല്ല മലയാള സിനിമകളിൽ അഭിനയിച്ച പത്മപ്രിയ, ഒരുപാട് വേഷപ്പകർച്ചകൾ നൽകിയ പത്മപ്രിയയ്ക്ക് ഇതുവരെ ഒരു മികച്ച നടിക്കുള്ളൊരു അവാർഡ് കേരളം സമ്മാനിച്ചില്ല എന്നൊരു ദുഃഖമുണ്ട്. എനിക്ക് തോന്നുന്നു പത്മപ്രിയ എവിടെയോ. എനിക്ക് ദുഃഖമില്ല, അതാണ് ഞാൻ പറയുന്നത്. പത്മപ്രിയ ഒരു പറഞ്ഞിട്ടുണ്ട്, പത്മപ്രിയ ഒരു എവിടെയോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ എൻ്റെ തലയിൽ എവിടെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: ഒരുപക്ഷെ ഞാൻ മലയാളി അല്ലാത്തതുകൊണ്ടായിരിക്കാം. നോ ദാറ്റ് ആൻഡ് ഓൾ ഇസ് ദേർ. ഞാൻ അതൊക്കെ ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. എനിക്ക് മികച്ച നടി അവാർഡ് തരാൻ ഉള്ള ഒരു ശോകമോ അതുമില്ല. ബോത്ത് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ബിക്കോസ് എനിക്ക് അറിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ 5% തന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് അതിൽ ഒരു വിഷമവും. പക്ഷേ എനിക്ക് പറയുന്നത് ജസ്റ്റിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു സിറ്റുവേഷനിൽ വെൻ സംതിങ് ഈസ് മോർ ഡിസേർവിംഗ് ദൻ ദി അതർ, യു ഷുഡ് കൺസിഡർ ഇറ്റ്. അത്രയേ ഉള്ളൂ. സ്പെഷ്യലി നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ സ്പെഷ്യലി ഗവൺമെൻറ് ഓറിയൻറ്റഡ് ബാക്ക്ഡ് അവാർഡ്സ്, നോട്ട് മറ്റേ അവാർഡ് കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് പബ്ലിക് ഫണ്ടഡ് ഗവൺമെൻറ് സർവീസ്
ആൻഡ് അതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഒത്തൻറ്റിസിറ്റി പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു ജസ്റ്റിസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഞാൻ സംസാരിച്ചത് എൻ്റെ വിഷമം കൊണ്ടൊന്നുമില്ല. അല്ല, അതിൽ പിന്നെ പത്മപ്രിയ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു ഡിമാർക്കേഷൻ അല്ലെങ്കിൽ അവിടെ ചേർത്ത ഒരു അനാലിസിസ് ഇതാണ്. ഞാൻ മലയാളി അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്തരം ബഹുമതി ഒരു പക്ഷേ കിട്ടാതിരിക്കുന്നത്. ഈസ് ദാറ്റ് Maybe, may not be possible. അക്കോർഡിംഗ് ടു യു? I don't know. പക്ഷേ എനിക്ക് ഉള്ള നിങ്ങൾ എന്തിനാ അത് why do you see as a glass half full? Why don't you see as a glass glass half empty? Why don't you see it as glass half full? Because ഇപ്പോൾ വരയ്ക്കും എൻ്റെ മുമ്പ് നോക്കിയാൽ ഇപ്പോഴത്തെ ഉള്ള ജനറേഷനിൽ ഏത് മലയാളി നടി, ഒരു നോൺ മലയാളി പേഴ്സൺ മലയാളം സിനിമയിൽ വന്നിട്ട് ഇത്ര സക്സസ്ഫുൾ ആയത് നിങ്ങളുടെ അടുത്തുള്ള ഓർമ്മയിൽ പറയാം. പത്മപ്രിയ മൈ ബിഗ്ഗസ്റ്റ്, എൻ്റെ ഭയങ്കര എനിക്ക് ബഹുമാനമുള്ളത് എൻ്റെ ഡയറക്ടേഴ്സ്, ഈ ഇൻഡസ്ട്രി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈസ് മൈ ഓഡിയൻസ്. ഞാനിവിടെ വന്നത് സക്സസ്ഫുൾ ആയത് ഇതിനുകൊണ്ട് മാത്രം.